എൻ്റെ രാജസ്ഥാൻ ട്രിപ്പിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഓൾറെഡി ഞാൻ നാട്ടിലെത്തി. പക്ഷേ രാജസ്ഥാൻ ട്രിപ്പിലെ എനിക്ക് എങ്ങനെ ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത്, എനിക്ക് എത്രയൊക്കെ ചിലവായിന്, ഏതൊക്കെ സ്ഥലങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്ത്, അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഫീസ്, എങ്ങനെയാണ് സ്റ്റേ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ രാജസ്ഥാനിൽ പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. 22-ാം തീയതി രാത്രി ആണ് ഞാൻ പുറപ്പെടുന്നത്. 23-ാം തീയതി പുലർച്ചെ 12 മണിക്കുള്ള ട്രെയിനാണ്. ഞായറാഴ്ച രാത്രി പുറപ്പെട്ട് ചൊവ്വാഴ്ചയാണ് ഞാൻ അജ്മീറിലെത്തുന്നത്. അജ്മീറിലെത്തി ഫസ്റ്റ് ഡേ അജ്മീറിൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഡേ ഞാൻ എന്ത് ചെയ്ത് താരാഗഡ് എന്ന് പറഞ്ഞ് അജ്മീറിന് നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഞാൻ അജ്മീറിലൊരു ചെറിയ റൂം സെറ്റപ്പ് ചെയ്തിരുന്നു. 250 രൂപയായിരുന്നു. താരാഗഡിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ 150 ആണ് വണ്ടിക്കൂലി വരുന്നത്. പിറ്റേന്ന് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ബിൽവാര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ തിരിച്ചു പോന്നു. പിന്നീട് ബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുഷ്കറിലേക്കാണ് യാത്ര. അവിടെയും ജസ്റ്റ് വൺ ഡേ വിസിറ്റ് ചെയ്ത് തിരിച്ച് അജ്മീറിലേക്ക് തന്നെ പോകുന്നു. അജ്മീറിലാണ് സ്റ്റേ. പിന്നീട് അജ്മീറിൽ നിയറസ്റ്റ് ആയിട്ടുള്ള അനാസാഗർ തടാകമൊക്കെ വിസിറ്റ് ചെയ്ത് അജ്മീറിലെ വൈകുന്നേരങ്ങളിലുള്ള നോമ്പ് തുറ ദർഗയിൽ തന്നെയാണ് സാധാരണ തുറക്കാറ്. അജ്മീറിൽ ഏതാണ്ട് 4 ദിവസം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റ് പുഷ്കറും ഈ ബിൽവാര പോലെ സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്ന് പോകാൻ പറ്റും. അജ്മീർ കഴിഞ്ഞ് നേരെ പോകുന്നത് ജയ്പൂരിലേക്കാണ്. ജയ്പൂർ ഒരു 1 ഡേ സിറ്റി ടൂർ ആയിരുന്നു. അതിൽ ബിർള ടെമ്പിൾ, ജന്തർ മന്ദിർ, അതേപോലെ തന്നെ ജൽമഹൽ, പിന്നെ ആംബർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർട്ട്. ഈ സ്ഥലങ്ങൾ ആ പോകുന്ന പോക്കിൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ആൽബർട്ട് ഹാൾ മ്യൂസിയം ഒക്കെ പോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ വേറെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയ്പൂർ സിറ്റി ടൂർ എടുക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താ വെച്ചാൽ അവിടെ ജയ്പൂർ സിറ്റി എൻ്റെ സൈറ്റിലേക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റി ടൂർ എന്നുള്ള ഒരുപാട് ഏജൻസികളുണ്ടാവും. അവർ ഒരു 1 ഡേ AC ബസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു 350 റുപ്പീസ്, 350 പലരും പല റേറ്റാണ്, 350 മാക്സിമം നമുക്ക് കൊടുത്താൽ മതി. ആ രീതിയിൽ നമുക്ക് 1 ഡേ രാവിലെ പോയി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജയ്പൂർ ക്ലിയർ ചെയ്ത് വരാം. ജയ്പൂർ വേറെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അന്ന് കവർ ചെയ്തിട്ടുള്ളൂ. രാജസ്ഥാനിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ജയ്പൂർ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് ജയ്സാൽമീറിലേക്കാണ്. ജയ്സാൽമീർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ 12 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യണം കേട്ടോ. അങ്ങനെ ജയ്സാൽമീറിലെത്തി നമ്മൾ ഒരു ടൂർ പാക്കേജ് ടീമുമായിട്ട് ടൈപ്പായി. 1800 ആയിരുന്നു എനിക്കുള്ള ടൂർ പാക്കേജ്. അതിൽ ഈ ആക്ടിവിറ്റീസിന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തി എനിക്കൊരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തെന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. അതിൽ ആക്ടിവിറ്റീസ് ആയിട്ട് ഡെസേർട്ട് സഫാരിൻ്റെയും ക്യാമൽ റൈഡ്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാം, അക്കോമഡേഷനുള്ള ടെൻറ്റ് ഒക്കെ ആ പാക്കേജിൽ തന്നെ ഉൾപ്പെടും. ഡെസേർട്ട് റൈഡ് കഴിഞ്ഞ് നേരെ ജയ്സാൽമീർ സിറ്റി ടൂർ കഴിഞ്ഞ് അതിൽ ജയ്സാൽമീർ ഫോർട്ടും പത്വം കി ഹവേലിയും ഒരിക്കലും മിസ് ചെയ്യരുത്. അതാണ് മെയിൻ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. എല്ലായിടത്തും 50-100 ഒക്കെ ആയിട്ട് ടിക്കറ്റുള്ള സ്ഥലങ്ങളാണ്. ജയ്സാൽമീർ കഴിഞ്ഞ് പിന്നെ നേരെ അവിടുന്ന് പോകുന്നത് ജോധ്പൂരിലേക്കാണ്. ബ്ലൂ സിറ്റി. ജോധ്പൂരിൽ മെയിനായിട്ട് കാണാനുള്ളത് ഇതേപോലെ ബ്ലൂ സിറ്റി വാക്കുണ്ട്. അതുപോലെ ജസ്വന്ത് ടാഡ എന്ന് പറഞ്ഞാൽ ഒരു സ്മാരകമുണ്ട്. അതുപോലെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം അവിടുത്തെ ഒരു ഫോർട്ടാണ്. ആ ഫോർട്ട് അത്യാവശ്യം കാഴ്ചകളുണ്ട്. 12 ദിവസത്തെ ഈ മൊത്തം ട്രിപ്പിൽ എനിക്ക് ആകെ ചിലവായത് ഏതാണ്ട് 12,500 രൂപയാണ്. അതിൽ തന്നെ ഡെസേർട്ട് ആക്ടിവിറ്റീസും AC ട്രെയിൻ യാത്രയൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു 8,500 രൂപയ്ക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങൾ കവർ ചെയ്ത് തരാം. മറ്റൊരു നാട്ടിലെ വിശേഷങ്ങളുമായി അടുത്ത സീരീസ് വീണ്ടും കാണാം.